ഹരേ കൃഷ്ണ. യുദ്ധകാണ്ഡമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ വായിച്ചു നിർത്തിയത് ഹനുമാൻ നിമിത്തം എല്ലാവർക്കും പ്രാണൻ തിരികെ കിട്ടിയ ഭാഗമാണ്. അങ്ങനെ ഇന്ദ്രജിത്ത് ചെയ്ത മഹായുദ്ധം നിഷ്പ്രയോജനമായിപ്പോയി. അതിനുശേഷം വാനരന്മാർ അലറിക്കുതിച്ചുണർന്നപ്പോൾ ആപത്തുണ്ടായിരിക്കുന്നുവെന്ന് രാവണന് മനസ്സിലായി. രാക്ഷസ രാജാവ് പറഞ്ഞു, വിധിയുടെ നിശ്ചയങ്ങൾക്ക് ഇളക്കമില്ല. ലങ്കാനഗരം നരവാനരന്മാർ നിമിത്തം നശിക്കും. ശ്രീരാമനും ലക്ഷ്മണനും വാനരസേനയും ഒരു രാത്രി കഴിയും മുമ്പ് പുനർജീവിച്ചു എഴുന്നേറ്റു. എൻ്റെ സൈന്യത്തിൽ മരിച്ചവരാരും വീണ്ടും ജീവിക്കുന്നില്ല. ശ്രീരാമലക്ഷ്മണന്മാർ വീണ്ടും വീണ്ടും ജീവിക്കുന്നു, മരിക്കുന്നു. ഇത്തരം വീരന്മാർ ലങ്കാപുരിയിലില്ല. സുഗ്രീവനെയും രാമനെയും ലക്ഷ്മണനെയും വധിച്ചതാണ്. കൊന്നാലും മരിക്കാത്ത ശത്രുക്കളാണവർ. ലങ്കാപുരിയിൽ വീരന്മാർ ഇല്ലാതായിരിക്കുന്നു. ഇങ്ങനെ ഈ യുദ്ധം തുടർന്നിട്ട് ഒരു പ്രയോജനവുമില്ല. ലങ്കാഗോപുരങ്ങൾ അടയ്ക്കണം. പുരിയിലേക്ക് ആരെയും കടത്തരുത്. 4 ഗോപുരങ്ങളും അടയ്ക്കുക. രാജാവിൻ്റെ കൽപ്പന കിട്ടിയ ഉടൻ രാക്ഷസ പടയാളികൾ 4 ഗോപുരങ്ങളും അടച്ച് സാക്ഷയിട്ടു. ഇനി ചന്ദ്രനും സൂര്യനും വായുവും പോലും അതിനുള്ളിൽ കടക്കുകയില്ല. 5 ദിവസത്തേക്ക് ഗോപുരം തുറന്നില്ല. ഇത് കണ്ട് സുഗ്രീവൻ ചിരിച്ചുകൊണ്ട് ആലോചിച്ചു. എല്ലാവരോടുമായി പറഞ്ഞു, രാവണൻ കഥ കടച്ചു അകത്തിരിക്കുകയാണ്. യുദ്ധം ജയിച്ചെന്നായിരിക്കും വിചാരം. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ പടിഞ്ഞാറേ ഗോപുരത്തിലെത്തി. രഘുപതി സമുദ്രതീരത്തിരിക്കുന്നു. തൊട്ടടുത്ത് ലക്ഷ്മണൻ, 4 വശത്തും വാനര സൈന്യം. ഹനുമാൻ, വിഭീഷണൻ, ജാംബവാൻ 3 പേരും കൈകൂപ്പിക്കൊണ്ട് മുമ്പിൽ നിൽക്കുന്നു. സുഗ്രീവൻ അവിടേക്ക് ചെന്നു. വാനരരാജൻ രഘുരാജനെ വന്ദിച്ചു. ലക്ഷ്മണൻ്റെ പാദപത്മങ്ങൾ തൊട്ടു വന്ദിച്ചു. ശ്രീരാമൻ ചോദിച്ചു, ലങ്കാധിപതി എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? 4 ഗോപുരങ്ങളും അടച്ചിരിക്കുകയാണ്. 5 ദിവസമായി യുദ്ധത്തിന് വരുന്നില്ല. മിത്രമേ സുഗ്രീവ, എന്താണതിന് കാരണം പറയൂ. പ്രഭോ, കാരണം എന്തെന്നറിയില്ല. ആപത്താണെന്ന് കരുതി കവാടങ്ങൾ അടച്ചതാവാം. ശ്രീരാമൻ ജാംബവാനോട് പറഞ്ഞു, അല്ലയോ ജാംബവ, അവിടുന്ന് ആലോചിച്ച് എന്തു വേണമെന്ന് പറയൂ. ജാംബവാൻ ഉടൻ തന്നെ പറഞ്ഞു, വാനരന്മാരെ അയക്കുക, തീ കൊടുക്കുക. ഇത്രയും കേട്ട ഉടനെ തന്നെ സുഗ്രീവൻ വലിയ വലിയ വാനര നായകന്മാരെ ലങ്കയിലേക്ക് അയച്ചു. സുഗ്രീവൻ്റെ ആജ്ഞ കിട്ടിയ ഉടൻ തന്നെ ഭീമാകാരന്മാരായ വാനരന്മാർ ലങ്കയിലേക്ക് കുതിച്ചു ചെന്നു. ലങ്കാപുരി വാനരന്മാരെ കൊണ്ട് നിറഞ്ഞു. സ്ത്രീകളെ കടിച്ചും മാന്തിയും ഉണർത്തി വാനരന്മാർ. വസ്ത്രങ്ങൾ കടിച്ചു കീറി. അവർ എഴുന്നേറ്റ് ഓടുന്നത് കണ്ട് വാനരന്മാർ പല്ലിളിച്ച് ചിരിച്ചു. ചില വാനരന്മാർ കലവറ തുറന്ന് നെയ്ക്കുടങ്ങളും വസ്ത്രങ്ങളും എടുത്തുകൊണ്ടുവന്നു. ആജ്ഞ കിട്ടിയവർ ഓരോരുത്തരായി വന്നുകൂടി. ആ രാത്രിയിൽ തന്നെ കോടി കോടി വാനരന്മാർ വന്നു ചേർന്ന് ലങ്കാനഗരത്തിന് തീ കൊടുക്കാൻ തുടങ്ങി. ഓരോ വാനരന്മാരും 2 തീപ്പന്തങ്ങളുമായി ചാടിച്ചാടിച്ചെന്ന് ലങ്കയിലെ ഓരോ വീടും തീവെച്ചു. വലിയ വലിയ കൊട്ടാരങ്ങൾ കത്തിയമർന്നു. രക്ഷിക്കണേ, രക്ഷിക്കണേ എന്ന ശബ്ദം മുഴങ്ങി. ചിലർ വസ്ത്രം പോലും ധരിക്കാതെ തന്നെ പേടിച്ചോടി. ചിലർ വെള്ളത്തിൽ ചെന്നു ചാടി. ചിലർ വീട്ടിൽ നിന്ന് ചാടി അയ്യോ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ഓടി. ലങ്കയിലുണ്ടായിരുന്ന വിദ്യാധാരികൾ മരിക്കുന്നേ മരിക്കുന്നേ എന്ന് വിളിച്ചുകൊണ്ട് തടാകത്തിൽ ചെന്നു മുങ്ങി മുഖം മാത്രം ഉയർത്തിക്കിടന്നു. 1000 ഇതളുള്ള താമരകൾ രാത്രിയിൽ വിരിഞ്ഞതുപോലെ തടാകങ്ങൾ ശോഭിച്ചു. മഹാബലവാനായ ഹനുമാൻ കോട്ടമേലിരുന്നു കൊണ്ട് ഇതെല്ലാം വീക്ഷിച്ചു. പർവ്വതം പോലെ തീക്കൂനകൾ. കൂടുവിട്ട് പറക്കവേ ആകാശത്തിൽ വച്ച് ചിറകരിഞ്ഞു വീഴുന്ന പക്ഷികൾ. കാക്കയും കാക്കത്തമ്പുരാട്ടിയും ശുകവും ശാരികയും അരയന്നവും കോഴിയും എല്ലാം
തീ പിടിച്ച് പിടഞ്ഞു പിടഞ്ഞ് വീണു. ആനയും കുതിരയും തീപിടിച്ചു ചത്തു. മയിലുകളും കോഴികളും കത്തി വീണു. അംഗദൻ ഹനുമാനോട് പറഞ്ഞു, 4 പേർ പന്തവും കൊളുത്തി പിടിച്ചുകൊണ്ട് ഗോപുരങ്ങളിൽ ഇരിക്കണം. ഗോപുരത്തിലൂടെ ആരെങ്കിലും ഇറങ്ങി വന്നാൽ മുഖത്ത് തീ കൊളുത്തണം. അകത്ത് തീ പേടിച്ച് പുറത്തു ചാടിയവരുടെ മുഖങ്ങളിലെല്ലാം തന്നെ കുരങ്ങന്മാർ തീ പിടിപ്പിച്ചു. രാക്ഷസന്മാരുടെ ധർമ്മസങ്കടം കണ്ട് വാനരന്മാർ ചിരിച്ചു. ഇതെല്ലാം കണ്ട് രാവണൻ പറഞ്ഞു, ഈ അപമാനം സഹിക്കാൻ കഴിയുന്നില്ല. ഗോപുരത്തിലൂടെ ഒരുത്തനും മുമ്പോട്ട് വരരുത്. ഗോപുരം തുറന്നാൽ യുദ്ധം എന്നാണർത്ഥം. യുദ്ധമല്ലാതെ ഇനിയൊരു പോംവഴിയില്ല. കുംഭകർണപുത്രന്മാരായ കുംഭനെയും നികുംഭനെയും വിളിച്ചു. സഹോദരന്മാർ 2 പേരും വന്ന് തലകുനിച്ച് വന്ദിച്ചു. അവരോട് ലങ്കയുടെ സ്ഥിതി വിവരിച്ചു പറഞ്ഞു. നിങ്ങൾ സഹോദരന്മാർ 2 പേരും അതുല്യ വിക്രമമുള്ളവരാണ്. 3 ലോകങ്ങളും നിങ്ങളോട് തോറ്റിരുന്നു. ഞാൻ ജയിച്ചിരുന്നത് നിങ്ങളുടെ പിതാവിൻ്റെ ബാഹുബലത്തിലാണ്. കുംഭകർണൻ മരിച്ച ദുഃഖത്താൽ ഞാൻ കണ്ണീരൊഴുക്കിയിരിക്കുകയാണ്. കുംഭകർണനില്ലാതെ ലങ്ക ശൂന്യമായി. നിങ്ങൾ ശത്രുവിനെ വധിച്ച് പിതാവിനെ രക്ഷിക്കുന്ന പുത്രന്മാരാവുക. അങ്ങനെ കുലത്തിന് അലങ്കാരമാവുക. രാജാവിൻ്റെ ആജ്ഞ കിട്ടിയ ഉടൻ തന്നെ കുംഭനും നികുംഭനും യുദ്ധത്തിനായി പുറപ്പെട്ടു. രാജാവിൻ്റെ ആജ്ഞ കിട്ടിയ ഉടൻ 2 പേരും രഥത്തിൽ കയറി. ആനയും കുതിരയും പടയും അകമ്പടിയായി ഇറങ്ങി. സൈന്യത്തിൻ്റെ കാൽച്ചവിട്ടേറ്റ് ഭൂമി കുലുങ്ങി. 2 പേർക്കും കൂടി 8 അക്ഷൗണി പടയുണ്ട്. യുദ്ധത്തിനായി ഇറങ്ങിയ 2 സഹോദരന്മാരും എതിർ സൈന്യവുമായി നേർക്കുനേർ നിരന്നു. 2 പക്ഷവും കോപം കൊണ്ട് ഉന്മത്തരായി. നിശാചരന്മാർ വില്ലും അമ്പും കഠോരമായ മഴുവും ധരിച്ചിരിക്കുന്നു. വാനരന്മാരുടെ മേൽ ചക്രവും വാളും ഗദയും പ്രയോഗിച്ചു. കപികൾ ഘോര ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പർവ്വതങ്ങളും മരങ്ങളും ശിലകളും വലിച്ചെറിഞ്ഞു. രാക്ഷസന്മാരുടെ മേൽ ഉൽക്കകൾ വർഷിച്ചു. രാക്ഷസന്മാരുടെ നെഞ്ചും തലയും തകർന്നുകൊണ്ടേയിരുന്നു. ചിലരുടെ കഴുത്തും മുഖവും തകർന്നു. ചിലർ ആനയെ കൊന്നു. ചിലർ രഥം ചവിട്ടിപ്പൊളിച്ചു. ചിലർ സാരഥിയെ കൊന്നു. എത്രയെത്ര രാക്ഷസന്മാർ വാളും ബാണവും കൊണ്ട് യുദ്ധം ചെയ്തിരിക്കുന്നു. അവർ ആയുധങ്ങൾ ഉപേക്ഷിച്ച് കൈകൾ കൊണ്ട് ആക്രമണം തുടങ്ങി. ചിലർ കുത്തി, ചിലർ അടിച്ചു, ചിലർ കൈവിടർത്തി അടിച്ചു. 5-6 രാക്ഷസന്മാർ ഒന്നിച്ചു ചേർന്ന് ഒരു വാനരനെ ആക്രമിച്ചു വകവരുത്തി. അതേ പ്രകാരം ഒരു രാക്ഷസനെ 4-5 വാനരന്മാർ കൂടി ചവിട്ടിയും ഇടിച്ചും മാന്തിക്കീറിയും കൊന്നു. ഇങ്ങനെ അതിഭയങ്കരമായ യുദ്ധത്തിനൊടുവിൽ ജാമ്പവാൻ അലറി വിളിച്ചു, വായോ വായോ, പ്രാണൻ പോകുന്നേ. വീരന്മാരായ കവികൾ പിടിക്ക്, കൊല്ല് എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടിയെത്തി. ഇപ്രകാരം രാമസൈന്യവും രാവണ സൈന്യവും പരസ്പരം നശിപ്പിച്ചുകൊണ്ടേയിരുന്നു. കല്ലും മരങ്ങളും കൊണ്ടുള്ള വാനരന്മാരുടെ ആക്രമണത്തിൽ അസംഖ്യം രാക്ഷസന്മാർ മരിച്ചു. അവരിൽ ഒരാളായ വജ്രദന്തൻ ഒരു കൂറ്റൻ ഗദ കൊണ്ട് അംഗദനെ അടിച്ചു. അല്പസമയം അംഗദൻ നിന്നു വിറച്ചു. പക്ഷേ ഉടൻ തന്നെ കരുത്താർജിച്ചു. ഒരു പർവ്വത ശൃംഗം അടർത്തിയെടുത്ത് വജ്രദന്തനെ പ്രഹരിച്ചു. ആ അടിയേറ്റ് വജ്രദന്തൻ നിലം പതിച്ചു. അത് കണ്ട് കോപം മുഴുത്ത സകമ്പൻ രഥത്തിൽ കയറി അതിവേഗത്തിൽ അമ്പുകൾ അയച്ചു. അംഗദൻ്റെ അംഗങ്ങൾ മുറിച്ചു. ബാലി തനയൻ അതൊക്കെ സഹിച്ചുകൊണ്ട് തന്നെ സകമ്പൻ്റെ രഥത്തിൽ ചാടിക്കയറി. മരണത്തിൽ ഭയമോ രണത്തിൽ പിഴവോ വരാത്ത അംഗദൻ സകമ്പൻ്റെ ബാണം തട്ടിത്തെറിപ്പിച്ചു. രഥവും സാരഥിയെയും ചവിട്ടി പൊടിച്ചു. രഥം വെടിഞ്ഞു. സകമ്പൻ ആകാശത്തിലേക്ക് കുതിച്ചു പൊങ്ങി. മഹാബലവാനായ ബാലിതനയൻ സകമ്പനെ പിന്തുടർന്നു.
കുറേ ദൂരെ വെച്ചു തന്നെ വജ്രകണ്ഠൻ്റെ കയ്യിൽ നിന്നും വാളും വില്ലും പിടിച്ചു മേടിച്ച് ആ വാളുകൊണ്ട് തന്നെ വജ്രകണ്ഠൻ്റെ കഴുത്തിൽ വെട്ടി. വെട്ടേറ്റ് വജ്രകണ്ഠൻ ഭൂമിയിൽ വീണു. ഭൂമിയിൽ വീണ് കിടന്നുകൊണ്ട് കൊല്ലു കൊല്ല് എന്ന് വിളിച്ചു കരഞ്ഞത് കേട്ട് ശോണിതാക്ഷൻ ഇരുമ്പു ഗദയുമെടുത്ത് അംഗദൻ്റെ നേരെ വന്നു. പ്രജങ്കൻ, യൂപാക്ഷൻ എന്ന 2 പേർ ശോണിതാക്ഷൻ്റെ സഹായത്തിനെത്തി. ശ്രീമൈന്ദൻ, ദിവിദൻ എന്നിവർ അംഗദൻ്റെ ഇരുവശത്തുമായി വന്നു ചേർന്നു. 3 രാക്ഷസന്മാരോടും 3 കപിവീരന്മാർ ഏറ്റുമുട്ടി. കപികൾ മരങ്ങൾ പിഴുതെടുത്തു, നിശാചരന്മാരെ എറിഞ്ഞു. അങ്ങനെ അതിഭീകരമായ യുദ്ധത്തിനൊടുവിൽ കുംഭകർണപുത്രൻ യുദ്ധക്കളത്തിലേക്ക് എത്തി. കുംഭൻ ആഞ്ഞടിച്ചപ്പോൾ കപികൾ ഭയന്നോടി. മഹേന്ദ്രനും ദേവേന്ദ്രനും അംഗദനും മോഹാലസ്യപ്പെടുന്നത് കണ്ട് ശ്രീരാമൻ അത്യന്തം വ്യഥയോടുകൂടി ഋഷഭനെയും കുമുദനെയും സുഷേണനെയും ആരതി നടത്തി അങ്ങോട്ട് പറഞ്ഞയച്ചു. ശ്രീരാമൻ്റെ കൽപ്പന കിട്ടിയപ്പോൾ 3 പേരും പ്രത്യാക്രമണം തുടങ്ങി. കുംഭൻ മൂവരെയും ലക്ഷ്യം വെച്ചു. ബാണം തൊടുത്തു. കപിശ്രേഷ്ഠന്മാർ മൂവരും വൃക്ഷങ്ങൾ വർഷിച്ചു. കുംഭൻ അവയെല്ലാം നുറുക്കിക്കളഞ്ഞു. മൂവരും ഭയപ്പെട്ടു പിന്തിരിഞ്ഞു. സുഗ്രീവൻ്റെ സമീപത്തെത്തി. സുഗ്രീവന് കോപം മുഴുത്തു. കുംഭൻ്റെ നേരെ പാഞ്ഞെടുത്തു. കുംഭൻ അപ്പോൾ പറഞ്ഞു, വാനര, നന്നായി, നിനക്ക് ഒരു കാലത്തും ഇത്രയും വിക്രമം ഇല്ലായിരുന്നു. സുഗ്രീവൻ മറുപടി പറഞ്ഞു, അങ്ങനെ വിചാരിക്കണ്ട. എൻ്റെ വിക്രമം അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നിന്നോട് ഒരു വിക്രമ പരീക്ഷ നടത്താം ഞാൻ. എൻ്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ നീ രക്ഷപ്പെടില്ല. നിന്നെയും കാത്ത് യമരാജൻ ഉണർന്നിരിക്കുകയാണ്. വിക്രമം ഇന്ന് തന്നെ കാണിച്ചേക്കാം. നിന്റെ അച്ഛൻ കുംഭകർണന് ആ കാര്യങ്ങളൊക്കെ നന്നായി അറിയാമായിരുന്നു. ഒരു നിമിഷം ക്ഷമിക്ക്, യമനെ കാണിച്ചു തരാം. കുംഭൻ ഉടൻ തന്നെ സുഗ്രീവൻ്റെ നേർക്ക് ബാണങ്ങൾ അയച്ചു. സുഗ്രീവൻ കുതിച്ചു ചാടി കുംഭൻ്റെ തേർത്തടത്തിലെത്തി. കയ്യിലുള്ള വില്ലിൽ പിടിച്ചു വലിച്ച് കുംഭനെ നിലത്തിട്ടു. വീഴ്ചയുടെ ആഘാതത്തിൽ കുംഭന് ബോധം നഷ്ടമായി. ബോധം വീണപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, നിന്റെ അച്ഛൻ്റെ ഇരുമ്പുലക്ക ഒരു വലിക്ക് ഞാൻ പിടിച്ചൊടിച്ചതാണ്. അച്ഛനെ പോലെ നീയും വീരചൂടാമണിയാണ്. ഇന്ദ്രജിത്തിനെ പോലെ വില്ലിലാണ് നിന്റെയും ശൗര്യം. ഇത് കേട്ട് കുംഭൻ പറഞ്ഞു, വില്ലുപേക്ഷിച്ചിട്ട് വെറും കൈയോടെ നമുക്ക് 2 പേർക്കും യുദ്ധം ചെയ്യാം. ഞാൻ അതിനും തയ്യാറാണ്. അങ്ങനെ 2 പേരും ആയുധം താഴെയിട്ട് വെല്ലുവിളിച്ചു. പിന്നെ പിടിവലി തുടങ്ങി. കുംഭൻ കൈവിടർത്തി ആഞ്ഞടിച്ചു. അടികൊണ്ട് സുഗ്രീവൻ സമുദ്രജലത്തിൽ ചെന്നു വീണു. രാമകിങ്കരൻ വന്നു വീണത് കണ്ട് സാഗരം ആ സ്ഥാനം അല്പം ജലമാക്കി സുഗ്രീവനെ സംരക്ഷിച്ചു. സുഗ്രീവന് നിലത്ത് കാൽ കുത്തി നിൽക്കാവുന്നത്ര കുറച്ചു ജലമേ ആ സ്ഥാനത്തുണ്ടായിരുന്നുള്ളൂ. സുഗ്രീവൻ കുതിച്ചു ചാടി കരയ്ക്കെത്തി. കുംഭൻ്റെ വിക്രമം കണ്ട് വിറച്ചുപോയി. അതികോപത്തോടെ കുംഭൻ വീണ്ടും ഇടിച്ചു. സുഗ്രീവൻ്റെ മുഖത്ത് രക്തം പൊടിഞ്ഞു. പർവ്വതത്തിൽ മഴ പെയ്യുന്നത് പോലെ ആ മുഖത്തു നിന്നും രക്തമൊഴുകി. സുഗ്രീവൻ അസഹ്യവേഗത്തിൽ കുംഭനുമേൽ പതിച്ചു. അമിതബലത്തോടെ കുംഭൻ സുഗ്രീവനെ പിടിച്ചു. 2 പേരും തമ്മിൽ മല്ലയുദ്ധമായി. 2 പേർക്കും ക്ഷീണമില്ല. മിന്നൽ വേഗത്തിൽ സുഗ്രീവൻ ഒരാനയുടെ 2 കൊമ്പുകളും ഊരിയെടുത്തുകൊണ്ട് കുംഭൻ്റെ രഥത്തിൽ ചാടിക്കയറി. കുംഭനെ ആനക്കൊമ്പുകൊണ്ട് അടിച്ചു. അടികൊണ്ട് കുംഭൻ്റെ ശിരസ് പിളർന്നു. രക്തവും തലച്ചോറും തെറിച്ചു. കുംഭൻ സുഗ്രീവൻ്റെ അടിയാൽ മരിച്ചു വീണു. ഹരേ കൃഷ്ണ. ഇതുകണ്ട് നികുംഭൻ കുതിച്ചു വന്നെത്തി. സുഗ്രീവൻ അതിരോഷത്തോടെ നികുംഭനെ അടിച്ചു. അടികൊണ്ട നികുംഭന് ദേഷ്യം വർദ്ധിച്ചു. നികുംഭൻ്റെ പോർക്കലി കണ്ട് ഭയപരവശനായ സുഗ്രീവൻ രണസ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു. സുഗ്രീവൻ തളരുന്നത് കണ്ട് ഹനുമാൻ നികുംഭനെ നേരിട്ടു. സേവകൻ ജീവിച്ചിരിക്കെ രാജാവിന് ആപത്ത് പിണയരുതെന്ന ഭാവത്തോടുകൂടി ഹനുമാൻ ഓടിയെത്തി. നികുംഭൻ അപ്പോൾ പറഞ്ഞു, നിന്നെ കിട്ടിയാൽ പിന്നെ എനിക്ക് മറ്റാരെയും വേണ്ട. ഇത്രമാത്രം പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് 2 മഹാബലശാലികളും നേർക്കുനേർ പട തുടങ്ങി. നികുംഭൻ ഇരുമ്പുലക്ക ഹനുമാന്റെ ശിരസിൽ ആഞ്ഞടിച്ചു. ഹനുമാന്റെ വജ്രകഠിനമായ ശിരസിൽ പതിച്ച ഇരുമ്പുലക്ക തുണ്ടം തുണ്ടമായി തെറിച്ചു വീണു. അതുകണ്ട് ഹനുമാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇരുമ്പുലക്ക തകർന്നു. എൻ്റെ ശരീരത്തിന് ഒരു കുഴപ്പവുമില്ല. ഇനി എൻ്റെ ഒരടി നീ കൊള്ളണം. അപ്പോഴേ ബലമെന്തെന്ന് നീ അറിയുകയുള്ളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൈവിടർത്തി നികുംഭനെ അടിച്ചു. അടിയേറ്റ് ഒട്ടും തളരാതെ മുഷ്ടി ചുരുട്ടി നികുംഭൻ ഹനുമാന്റെ മാർദ്ദത്തിൽ വീണ്ടും ഒരിടി കൊടുത്തു. ഹനുമാൻ ബോധം കെട്ടു. നികുംഭൻ ഹനുമാനെ തോളിലെടുത്തുകൊണ്ട് രാവണന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. നികുംഭൻ പടയിൽ ജയിച്ചു. പരമഹർഷത്തോടെ വരുന്നത് കണ്ട് വീണുകിടക്കുന്ന ഹനുമാനെ കാണാൻ രാക്ഷസ സ്ത്രീകൾ പുറപ്പെട്ടു. എല്ലാവരും നികുംഭനെ ധന്യൻ ധന്യൻ എന്ന് ഘോഷിച്ചു. വസതികൾ
തീയിട്ടവനെ പിടിച്ചു കിട്ടിയത് നന്നായി, നിന്റെ പ്രതാപം കൊണ്ടത് സാധിച്ചു എന്നെല്ലാം രാക്ഷസന്മാർ പ്രശംസിച്ചു. ഈ സമയം നികുംബന്റെ തോളിൽ കിടന്ന ഹനുമാന് ബോധം വീണു. എന്തു ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് ഹനുമാൻ ആലോചിച്ചു. ഉടൻ തന്നെ ബുദ്ധി തെളിഞ്ഞു. നികുംബന്റെ തോളിൽ കിടന്നുകൊണ്ട് സർവാംഗം കടിച്ചു പറിച്ചു. ചെവി രണ്ടും വലിച്ചു പറിച്ച് ഓരോ കയ്യിൽ പിടിച്ചു. രക്ഷിക്കണേ, വിടടാ വിടടാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നികുംഭൻ വേദനയോടെ അട്ടഹസിച്ചു. വേദന സഹിക്കാതെ കുതിച്ചു ചാടി. ഈ സമയത്തെ ഹനുമാൻ നികുംഭന്റെ ശരീരത്തിൽ നിന്നും ആകാശത്തിലേക്ക് കുതിച്ചു. ഓരോ കൈകളിൽ നികുംഭന്റെ ഓരോ ചെവിയും പിടിച്ചുകൊണ്ട് ചാടിപ്പൊങ്ങി. ചെവി രണ്ടും വലിച്ചെറിഞ്ഞിട്ട് തിരികെ നികുംഭന്റെ കഴുത്തിൽ വന്നിരുന്നു. ഒരു കൈകൊണ്ട് തലമുടിയിൽ പിടിച്ച് മറ്റേ കൈകൊണ്ട് പിരിച്ചു വലിച്ച് നികുംഭന്റെ ശിരസ് പറിച്ചെടുത്തു. ഹരേ കൃഷ്ണ. നികുംഭന്റെ ശിരസ്സുമായി മഹാബലവാനായ പവനപുത്രൻ പവനവേഗത്തിൽ രാമസന്നിധിയിലെത്തി. നികുംഭന്റെ ശിരസ് കണ്ട് ശ്രീരാമൻ പുഞ്ചിരിച്ചു. ഹരേ കൃഷ്ണ. പരാജയം അറിയിക്കുന്ന ദൂതൻ രാവണന്റെ സവിധത്തിൽ വന്നു നികുംഭന്റെ പതനം അറിയിച്ചു. കുംഭനികുംഭന്മാരുടെ മരണവാർത്ത കേട്ട് ദശാനനൻ സിംഹാസനത്തിൽ നിന്നും നിലംപതിച്ചു. ദേവന്മാരും അസുരന്മാരും ഗന്ധർവന്മാരും യുദ്ധം ചെയ്യാൻ ശങ്കിക്കുന്ന നികുംഭനും കുംഭനും നിലംപതിച്ചതോടെ ലങ്ക ശൂന്യമായി എന്ന് രാവണന് തോന്നി. രാവണന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ഉടൻ തന്നെ മഹാവീരനായ മകരാക്ഷനെ വിളിച്ചു വരുത്തി. മകരാക്ഷൻ വന്നു രാജാവിനെ വന്ദിച്ചു. രാവണൻ 20 കൈകളും കൊണ്ട് മകരാക്ഷനെ തലോടിക്കൊണ്ട് പറഞ്ഞു, മകരാക്ഷ, നീ യുദ്ധത്തിൽ അജയ്യനാണ്. നരവാനരന്മാരെ വധിച്ച് ലങ്കയെ രക്ഷിക്കണം. പിതാവിൻ്റെ ശത്രുവിനെ വധിച്ച് പിതാവിന് വേണ്ടി പ്രതികാരം നിർവഹിക്കുന്ന പുത്രനാണ് കുലത്തിന് അലങ്കാരം. നിന്റെ അമ്മ രാപകലില്ലാതെ കരയുന്നത് കണ്ട് കോപം മൂത്ത ഞാൻ സീതയെ കൊണ്ടുവരികയായിരുന്നു. അത് നിമിത്തമാണ് ഈ ശത്രുതയെല്ലാം ഉണ്ടായത്. രാമലക്ഷ്മണന്മാരെ വധിച്ച് നീ എൻ്റെ വിഷാദമകറ്റണം. മകരാക്ഷൻ പറഞ്ഞു, ചിന്തിച്ചു വിഷമിക്കേണ്ട, ഇപ്പോൾ തന്നെ ശത്രുക്കളായ ശ്രീരാമനെയും ലക്ഷ്മണനെയും ഞാൻ വധിച്ചേക്കാം. മകരാക്ഷ, നീ മഹാവീരൻ തന്നെ. നിന്റെ വാക്യം കേട്ട എനിക്ക് വളരെ പ്രീതിയുണ്ടായിരിക്കുന്നു. ഇപ്രകാരം മകരാക്ഷനെ യുദ്ധത്തിനയച്ചു. രാവണൻ സ്വയം യുദ്ധത്തിൻ്റെ ആരതി ചെയ്തു. കിരീടമണിയിച്ചു. ശരീരത്തിൽ കളഭം പൂശി രണകാഹളം ഊതി. രാജൻ, എൻ്റെ പ്രതിജ്ഞ കേട്ടാലും യുദ്ധത്തിന് മുമ്പോട്ട് വരുന്ന നരവാനരന്മാരെ ഞാൻ വധിക്കും. രാമലക്ഷ്മണന്മാരുടെയും വിഭീഷണൻ്റെയും സുഗ്രീവൻ്റെയും രക്തം കൊണ്ട് പിതാവിൻ്റെ മുമ്പിൽ തർപ്പണം ചെയ്യും. ഈ വിധം പറഞ്ഞ് രാവണൻ്റെ അനുഗ്രഹവും വാങ്ങി മകരാക്ഷൻ യുദ്ധഭൂമിയിലെത്തി. ധനുസ്സും ബാണവും ധരിച്ച മകരാക്ഷൻ രഥത്തിലേറി. രാക്ഷസന്മാരുടെ ഉത്സവം കോലാഹലമായി വളർന്നു. ഞാണൊലികൾ സിംഹഗർജനം പോലെ ഉയർന്നു. അട്ടഹസിച്ചുകൊണ്ട് പടിഞ്ഞാറേ ഗോപുര ദ്വാരത്തിലെത്തി. മകരാക്ഷൻ പോർക്കളത്തിലെത്തി ശരവർഷം തുടങ്ങി. അനവധി വാനരന്മാർ ശരീരം വെടിഞ്ഞു. വാനര സൈന്യം രാമജയമന്ത്രം ഉയർത്തി. രാക്ഷസന്മാരുടെ കോപം ആളിക്കത്തി. വെട്ടുവെട്ട്, കൊല്ലുകൊല്ല് എന്നവർ വിളിച്ചു പറഞ്ഞു. ഹനുമാൻ മകരാക്ഷനെ നേരിടാനായി വന്നു. മകരാക്ഷന്റെ തേരിനു ചുറ്റും പശുക്കൾ. കല്ലോ മരമോ എറിഞ്ഞാൽ ഗോക്കൾ മരിക്കും. തേരുകൾ വലിക്കുന്ന കാളകളെ കണ്ട് ഇതിനെ എങ്ങനെ നേരിടുമെന്ന് ഹനുമാൻ ആലോചിച്ചു. ഗോഹത്യ ഭയന്ന് നിഷ്ക്രിയരായി നിൽക്കുന്ന വാനരന്മാരുടെ നേരെ രഥത്തിലിരുന്നു കൊണ്ട് മകരാക്ഷൻ ശരം വർഷിക്കുകയാണ്. വാനരന്മാർ പലരും പടയുടെ നടുവിൽ മരിച്ചു. പലരും ഭയന്ന് ഓടിത്തുടങ്ങി. കൊല്ലുകൊല്ല് എന്ന് പറഞ്ഞുകൊണ്ട് രാക്ഷസന്മാർ പിന്നാലെ ഓടി. സുശേഷണൻ, അംഗദൻ, നളൻ, നീലൻ തുടങ്ങിയ മഹാബലന്മാർ പടക്കളം വിട്ട് പിന്തിരിഞ്ഞ് ഓടി. ഇത് കണ്ട് മകരാക്ഷന് സന്തോഷമായി. തൻ്റെ ബുദ്ധി ഫലിച്ചിരിക്കുന്നു. യുദ്ധത്തിന് പോകാൻ പുറപ്പെടുന്നതിന് മുമ്പ് മകരാക്ഷന് മനസ്സിലൊരു സംശയം തോന്നിയിരുന്നു. നരവാനര സഖ്യത്തിനെതിരെ യുദ്ധത്തിന് പോയാൽ ജീവൻ നഷ്ടപ്പെടുമോ എന്ന്. വീരനായ കുംഭകർണനും അതികായനും മരിച്ചു. ശ്രീരാമനോട് യുദ്ധത്തിന് പോകുമ്പോൾ ജീവിതാശ ഉപേക്ഷിക്കണം. എങ്കിലും ഒരു ആലോചന. ശ്രീരാമൻ അതീവ ധാർമ്മികനാണ്. വിഷ്ണുവിൻ്റെ അവതാരം. പശുക്കളെ അമ്പെയ്ത് മുറിക്കുകയില്ല. അതുകൊണ്ട് പശുക്കളെയും കിടാവുകളെയും നിറയെ കൊണ്ടുവന്ന് രഥത്തിനു ചുറ്റും നിർത്തി. രഥത്തിൽ കുതിരകൾക്ക് പകരം കാളകളെ കെട്ടി. രഥം തന്നെ പശുവിൻ തോലുകൊണ്ട് പൊതിഞ്ഞു അലങ്കരിച്ചു. സാരഥിയുടെ കുപ്പായം പശുവിൻ തോൽ കൊണ്ട് നിർമ്മിച്ചു. മകരാക്ഷന്റെ രഥം ശ്രീരാമന്റെ നേരെ തിരിഞ്ഞു. രാമനെ ലക്ഷ്യമാക്കി മകരാക്ഷൻ പറഞ്ഞു, എടാ,
ദണ്ഡക വനത്തിൽ വെച്ച് എൻ്റെ പിതാവിനെ നീ വധിച്ചു. അതിൻ്റെ ഫലം അനുഭവിച്ചോ? എൻ്റെ പ്രതാപം ഞാൻ കാണിച്ചു തരാം. പിതൃശത്രുവിനെ വളരെ കാലത്തിനു ശേഷം കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് നിന്നെയും ഞാൻ പറഞ്ഞയക്കാം. ശരം കൊണ്ട് നിന്റെ ശിരസ് ഞാൻ മുറിച്ചെടുക്കും. കുറുക്കനും നായും വന്ന് നിന്റെ മാംസം തിന്നും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാമൻ്റെ കോമളാംഗത്തിലേക്ക് ശരങ്ങൾ അയച്ചു. ശ്രീരാമൻ ശരം തൊടുക്കാതെ വിചാരിച്ചു, മകരാക്ഷനെ വധിക്കണമെങ്കിൽ ഗോഹത്യ ചെയ്യണം. അനവധി വീരന്മാർ മരിച്ചു കഴിഞ്ഞു. രാമൻ ശത്രുവിനെ നേരിട്ടു. 3 ചുവട് വെച്ചതാണ്. പൂർണ്ണ ബ്രഹ്മമായ നാരായണന് ഭയം തോന്നി. മകരാക്ഷ യുദ്ധത്തിൽ ത്രിപദഭംഗം ചെയ്യാൻ തീരുമാനിച്ചു. 3 ചുവട് പുറകോട്ട് വെച്ചു. മകരാക്ഷന്റെ യുദ്ധത്തിൽ രാമൻ അതീവ ശ്രദ്ധാലുവായി. എങ്ങനെ ഈ യുദ്ധം ചെയ്യിക്കും? പ്രഭു പവനാസ്ത്രം തൊടുത്തു. പവനാസ്ത്രത്തിൻ്റെ തേജസ്സിൽ ത്രിഭുവനങ്ങളും ഉലഞ്ഞു. പാറകളും പർവ്വതങ്ങളും പറന്നു. പവനബാണത്താൽ ബ്രഹ്മരൂപമായി പവനൻ ഉണർന്നു. പശുക്കളും കിടാങ്ങളും പറന്നകന്നു. തേരിൽ കെട്ടിയ കാളകൾ പറന്നുപോയി. തേരും തേരാളിയും അണിഞ്ഞിരുന്ന ഗോചർമ്മം പറന്നു. ഇത് കണ്ടപ്പോഴേക്കും വാനരന്മാരും പവനവേഗത്തിൽ തിരികെ വന്നു. രാമജയ ശബ്ദം മുഴങ്ങി. മകരാക്ഷൻ ശരമാരി തുടർന്നു. മരങ്ങളും പാറകളും അമ്പയച്ച് അരിഞ്ഞു തള്ളിക്കൊണ്ട് 5 ശരങ്ങൾ അയച്ചു. 10 ശരങ്ങൾ അയച്ച് നീലനെ വീഴ്ത്തി. സുഗ്രീവൻ, സുശേഷണൻ തുടങ്ങിയ മഹാവീരന്മാരുടെ ശരീരം 10 അമ്പുകൾ വീതം അയച്ച് മുറിച്ചു. 20 ബാണങ്ങൾ കൊണ്ട് അംഗദന്റെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചു. അംഗദൻ പിന്തിരിഞ്ഞ് ഓടി. പശുക്കളും കിടാങ്ങളും രഥത്തിലെ കാളകളും പറന്നുപോയപ്പോൾ മകരാക്ഷൻ 4 കുതിരകളെ രഥത്തിൽ കെട്ടി വായുവേഗത്തിൽ രഥമോടിച്ച് ശ്രീരാമൻ്റെ മുമ്പിലെത്തി. മനസ്സിൽ തോന്നിയ പോലെ ശ്രീരാമനെ ചീത്ത വാക്കുകൾ കൊണ്ട് അപമാനിച്ചു. ബാണപ്രയോഗത്താൽ ആകാശം ഇരുളടഞ്ഞു. രാമൻ പറഞ്ഞു, മകരാക്ഷ, നീ കരയണ്ട. ഇന്നു തന്നെ നിന്നെ യമപുരിയിലേക്ക് അയച്ചേക്കാം. വളരെ കാലത്തിനു ശേഷം അച്ഛനും മകനും തമ്മിൽ കാണുകയും ചെയ്യാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രഭു ക്ഷുരപാർശ്വാസ്ത്രം തൊടുത്തു. മകരാക്ഷനും അസ്ത്രം തൊടുത്തു. 2 അസ്ത്രങ്ങളും ആകാശത്തിലേക്ക് ഉയർന്നു. ബാണങ്ങൾ തമ്മിൽ അടിച്ചു ചിന്നിച്ചിതറി. രാമൻ്റെ ശരീരത്തിലേക്ക് 100 ബാണങ്ങൾ തറച്ചു. ചെന്താമരപ്പൂമാല അണിഞ്ഞതുപോലെ ശരീരത്തിൽ ചോര പൊടിഞ്ഞു. ബാണങ്ങൾ കൊണ്ട് അന്തരീക്ഷം നിറഞ്ഞു. ഇരുളടഞ്ഞ് കണ്ണു കാണാൻ വയ്യാതായി. രാമൻ വില്ലിൽ മുറുകെ പിടിച്ചു. ബാണങ്ങൾ കൊണ്ട് മകരാക്ഷന്റെ വില്ല് മുറിച്ചിട്ടു. ഉടൻ തന്നെ മറ്റൊരു ധനുസ്സെടുത്ത് മകരാക്ഷൻ ശരമാരി തുടർന്നു. ശ്രീരാമന്റെ സർവാംഗങ്ങളിലും അമ്പു തറച്ചു. അമ്പേറ്റ് രാമൻ തളർന്നു. എത്രയെത്ര അമ്പുകൾ തറച്ചുവെന്ന് പറയാൻ കഴിയാത്ത അത്രയെണ്ണം അമ്പുകൾ ഏറ്റു. രാമനെ ജയിച്ചു എന്ന് തോന്നിയ മകരാക്ഷനോട് രാമൻ പറഞ്ഞു, അച്ഛനേക്കാൾ മിടുക്കനാണ് നീ. ഖരനെ ഞാൻ ദണ്ഡകാരണ്യത്തിൽ വെച്ച് വധിച്ചതാണ്. മകൻ ഇപ്പോൾ 15 നാഴികയായി എന്നോട് പൊരുതി നിൽക്കുന്നു. രാമൻ വില്ലുകുലച്ച് അസ്ത്രങ്ങൾ തൊടുത്തു. അസ്ത്രങ്ങൾ കൊണ്ട് ആകാശം മറഞ്ഞു. ഒന്നും കാണാൻ വയ്യാത്തത്ര ഇരുട്ടു നിറഞ്ഞു. വിഷ്ണുവിൻ്റെ അവതാരമായ യുദ്ധനിപുണൻ ചുഗുരബാണം കൊണ്ട് ഇരുട്ടു വിതച്ചു. ഭൗമാസ്ത്രം പ്രയോഗിച്ചു. നക്ഷത്രം വീഴുന്നത് പോലെ അസ്ത്രം മകരാക്ഷന്റെ വില്ലിലേക്ക് വന്നു വീണു. വില്ലു തെറിപ്പിച്ചു. മകരാക്ഷൻ പരിച കയ്യിലെടുത്തു. കണ്ട മാത്രയിൽ രാമൻ അതും എയ്തു മുറിച്ചു. ഉടൻ തന്നെ മകരാക്ഷൻ കുന്തം കയ്യിലെടുത്തു. രാമന്റെ നേരെ പാഞ്ഞെടുത്തു. സർവാംഗം കുന്തം കൊണ്ട് മുറിവേൽപ്പിച്ചു. രാമന്റെ അസ്ത്രങ്ങളും മകരാക്ഷന്റെ കുന്തവും കൂടി കിരണങ്ങളും സൂര്യനും എന്നതുപോലെ തിളങ്ങി. രാമന്റെ ബാണങ്ങൾ മകരാക്ഷന്റെ ശരീരമാകെ മുറിവേൽപ്പിച്ചു. മകരാക്ഷന് കോപം തിളച്ചു. എല്ലാ അസ്ത്രങ്ങളെയും തകർത്തുകൊണ്ട് വജ്രമുഷ്ടി ചുരുട്ടിക്കൊണ്ട് രാമന്റെ നേരെ പാഞ്ഞു ചെന്നു. രാമൻ അർത്ഥചന്ദ്രാസ്ത്രം കൊണ്ട് മകരാക്ഷന്റെ കൈ രണ്ടും അരിഞ്ഞിട്ടു. മകരാക്ഷൻ അതിശയകരമായ കോപത്തോടെ വായ് പിളർന്ന് പല്ലിളിച്ചുകൊണ്ട് കടിക്കുവാനും വിഴുങ്ങുവാനും മുമ്പോട്ട് കുതിച്ചു. അഗ്നിബാണമേറ്റ് മകരാക്ഷൻ മരിച്ചു വീണു. ഹരേ കൃഷ്ണ. 3 യാമം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ സന്ധ്യാസമയത്താണ് മകരാക്ഷൻ. ഹരേ കൃഷ്ണ. അടുത്തതായി യുദ്ധത്തിന് വരുന്നത് തരണിയാണ്. തരണി വിഭീഷണൻ്റെ മകനാണ്. വിഭീഷണൻ്റെയും സരമയുടെയും മകനായ തരണിയാണ് വീണ്ടും യുദ്ധത്തിന് വരുന്നത്. ആ തരണിയെ വധിച്ചത് രഘുപതിയാണ്. ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചിട്ടാണ് ശ്രീരാമൻ തരണിയെ വധിച്ചത്.
കമലലോചനൻ ധനുസെടുത്തു. സൂര്യകിരണങ്ങളാൽ ദീപ്തമായ പ്രഭ ചൊരിയുന്ന ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടു. മേഘഗർജനം പോലെ ചീറിക്കൊണ്ട് ബ്രഹ്മാസ്ത്രം വിമാനം പോലെ മുന്നേറിയപ്പോൾ ദേവന്മാർ മംഗളധ്വനി മുഴക്കി. തരണി കൈകൂപ്പിക്കൊണ്ട് അപേക്ഷിച്ചു, തൃപ്പാദങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ പ്രാണൻ വെടിയുകയാണ്. പരലോകത്തിൽ ശ്രീചരണങ്ങളിൽ എനിക്ക് ഇടം തരണമേ. തരണി ഇപ്രകാരം പ്രാർത്ഥിച്ചു നിൽക്കെ ബ്രഹ്മാസ്ത്രം ശിരസിൽ പതിച്ച് ശിരസ് അറുത്തിട്ടു. ശരീരം രണ്ടായി ഭൂമിയിൽ വീണു. തരണയുടെ വേറിട്ട് കിടക്കുന്ന ശിരസ് രാമനാമം ജപിച്ചു. കവികൾ രാമജയ മന്ത്രം മുഴക്കി. വിഭീഷണൻ വിലാപത്തോടെ ഉത്തരീയത്താൽ കണ്ണുനീർ തുടച്ചു. ശ്രീരാമൻ വിഭീഷണന്റെ തോളിൽ പിടിച്ച് സ്വാന്തനപ്പെടുത്തി. എന്താണ് മിത്രമേ അധീരനായി വിലപിക്കുന്നത്? ഇതിനിടയ്ക്ക് എന്ത് ദുഃഖമാണുണ്ടായത്? എന്തിനാണ് കരയുന്നത്? വിഭീഷണൻ പറഞ്ഞു, പ്രഭോ, ഇപ്പോൾ മരിച്ചു വീണത് എൻ്റെ പുത്രനാണ്, തരണീസേനൻ. ഇത്രയും കേട്ട് രഘുനാഥനും വിലപിച്ചു തുടങ്ങി. നിന്റെ പുത്രനാണ് എന്ന് എന്തുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞില്ല? എങ്കിൽ ഞാൻ അവനോട് യുദ്ധം ചെയ്യുമായിരുന്നില്ല. രാമന് കരച്ചിലടക്കാനായില്ല. ലക്ഷ്മണൻ തേങ്ങിക്കരഞ്ഞു. സുഗ്രീവനും അംഗദനും വീരഹനുമാനും സുശേഷനും കൂടി കരഞ്ഞപ്പോൾ സൈന്യം മുഴുവൻ വാവിട്ട് കരഞ്ഞു. രാമൻ വിഭീഷണനെ മൃദുലമായി ശാസിച്ചു. നിന്റെ ഹൃദയം ഇത്ര കഠിനമായിരുന്നോ? ബ്രഹ്മാസ്ത്രമയക്കാൻ നീ കാതിൽ മന്ത്രിച്ചതുകൊണ്ടല്ലേ ഞാനത് ചെയ്തത്? സ്വന്തം സന്താനത്തെ ഹനിച്ചില്ലേ? നേരത്തെ വിവേകപൂർവ്വം പ്രവർത്തിക്കാതെ ഇപ്പോൾ കരയുന്നതെന്തിന്? ദുഃഖമടക്കി മനസ്സിനെ ശാന്തമാക്കൂ. സംഭവിച്ചതിനെ ഓർത്ത് ഇനി കരയണ്ട. പ്രഭോ, പുത്രശോകം കൊണ്ട് കരഞ്ഞു പോയതാണ് ഞാൻ. ധന്യനാണ് എൻ്റെ പുത്രൻ, പുണ്യവാനും. അവൻ അവിടുത്തെ കൈകൊണ്ട് ഈ നിന്ദ്യമായ രാക്ഷസദേഹം വെടിഞ്ഞ് വൈകുണ്ഠം പ്രാപിച്ചല്ലോ. കുംഭകർണൻ, അതികായൻ തുടങ്ങി എത്രയെത്ര ധീരന്മാർ പുളകത്തോടെ ഗോലോകത്തേക്ക് പോയി. തൃപ്പാദ സേവ കൊണ്ട് എനിക്കെന്ത് ലാഭമുണ്ടായി? എനിക്കു കഴിഞ്ഞെങ്കിൽ ഞാൻ ശരീരം വെടിഞ്ഞ് ഗോലോകത്തേക്ക് പോയേനെ. മരണം ഉണ്ടാവുകയില്ല എന്ന് ബ്രഹ്മാവ് തന്നെ വരം തന്നു. ഭൂമിയിൽ തന്നെ ജീവിച്ച് വേദനിക്കാനാണ് ഈ ഉള്ളവൻ്റെ ഈ ജന്മം. വ്യസനിക്കരുത് മിത്രമേ, ഞാനോ നീയോ ഇവിടെ നിഷ്ഫലമാകുന്നില്ല. സാധുവിൻ്റെ ജീവിതവും മോക്ഷവും തുല്യമാണ്. നീ എത്ര കാലം ഭൂമിയിലുണ്ടാകുമോ അത്രയും കാലം ഇതുപോലെ തന്നെ നിലനിൽക്കും. ഇത്രയും കേട്ട് വിഭീഷണൻ കരച്ചിലടക്കി. പിന്നീടും പലവിധ രാക്ഷസന്മാർ വന്നു. അവരെയെല്ലാം ഓരോരുത്തർ വധിച്ചു കഴിഞ്ഞു. അവസാനം ഇന്ദ്രജിത്ത് ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഇന്ദ്രജിത്തും ലക്ഷ്മണനും നേർക്കുനേർ കണ്ടു. ലക്ഷ്മണൻ വില്ലുകുലച്ച് അമ്പയച്ചു. എടോ ഇന്ദ്രജിത്തെ, ഇന്നു ഞാൻ തീർച്ചയായും നിന്നെ യമപുരിയിൽ അയക്കും. ലക്ഷ്മണനെ ഒഴിവാക്കി വിഭീഷണനെ നോക്കി ഇന്ദ്രജിത്ത് പറഞ്ഞു, ഒരേ വീര്യത്തിൽ ജനിച്ചതല്ലേ നമ്മൾ. ധാർമ്മികനാണ്, അച്ഛന് തുല്യനാണ് എന്ന് വെച്ച് എന്തുമാത്രം ആദരിച്ചിരുന്നു. എന്നിട്ട് ബന്ധുക്കളെല്ലാം വെടിഞ്ഞ് ഇപ്പോൾ മനുഷ്യനെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പോൾ എന്നെ വധിക്കാനുള്ള ഉപായവും പറഞ്ഞുകൊടുത്ത് ലക്ഷ്മണനെ അയച്ചിരിക്കുന്നു. നിങ്ങളെ കാണുന്നത് തന്നെ പാപമാണ്. നിർഗുണനാകട്ടെ ഗുണവാനാകട്ടെ സ്വജനങ്ങളുമൊത്ത് ജീവിക്കണം. എത്രയെത്ര സഹോദരപുത്രന്മാർ മരിച്ചു. എന്നെ കൊല്ലിക്കാൻ വരാൻ നിങ്ങൾക്ക് നാണമില്ലേ? പൂർണ്ണാഹൂതി കഴിഞ്ഞിട്ട് ഞാൻ വരും. ചെറിയച്ഛനാണെങ്കിലും അന്ന് ഞാൻ നിങ്ങളെ വധിക്കും. വിഭീഷണൻ അപ്പോൾ പറഞ്ഞു, എൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. രാക്ഷസകുലത്തിൽ ജനിച്ചു എന്ന് വെച്ച് ഞാൻ ദുരാചാരങ്ങൾ ചെയ്തിട്ടില്ല. പരദാരങ്ങളെയോ പരദ്രവ്യങ്ങളെയോ മോഹിച്ചിട്ടില്ല. നിന്റെ അച്ഛൻ അന്തഃപുരത്തിൽ 14,000 സ്ത്രീകളെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതൊന്നും പോരാഞ്ഞിട്ട് തപസ്വിനിയായ ഒരു പരസ്ത്രീയെ തട്ടിക്കൊണ്ടുവന്നു. എത്രയെത്ര മുനിമാരെ കൊന്നു. നിന്റെ അച്ഛൻ ചെയ്ത പാപങ്ങൾക്ക് കണക്കില്ല. അച്ഛൻ്റെ പാപത്തിൻ്റെ ഫലമായി നിനക്ക് മരണമെടുത്തു. ബന്ധുജനങ്ങളോടൊത്ത് ലങ്കയെ വിട്ടുപൊക്കോളൂ. അഗ്നിയുടെ അനുഗ്രഹം കൊണ്ടാണ് വീണ്ടും വീണ്ടും ജയിച്ചത്. ഇന്നത്തെ പൂർണ്ണാഹൂതിക്ക് മുമ്പ് ലക്ഷ്മണൻ നിന്റെ കഴുത്ത് വെട്ടിയിരിക്കും. അപ്പോഴേക്കും ലക്ഷ്മണൻ വില്ലുകുലച്ചുകൊണ്ട് ഇന്ദ്രജിത്തിനു നേരെ വന്നു കഴിഞ്ഞിരുന്നു. വിഭീഷണൻ പറഞ്ഞതുപോലെ തന്നെ പാഞ്ഞു വന്ന ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ നേരിട്ടു. രണ്ടുപേരും പഠിച്ച ശാസ്ത്രത്തിൻ്റെ പരമാവധി അവർ പുറത്തെടുത്തു. വിഷ്ണുജാലം, ഇന്ദ്രജാലം, ഐഷികം, ആഗ്നേയം, വൈരണം, ഹരിതാലം, അർത്ഥചന്ദ്രം തുടങ്ങിയ ശാസ്ത്രങ്ങൾ പ്രയോഗിച്ചു. കയ്യും കണക്കുമില്ലാതെ ശരവർഷം തുടർന്നു. ബ്രഹ്മാവ് ഇന്ദ്രനോട് പറഞ്ഞു, ബ്രഹ്മാസ്ത്രം നൽകുക. ബ്രഹ്മാസ്ത്രത്തോട്
മന്ത്രപൂർവം ലക്ഷ്മണൻ പറഞ്ഞു, നിന്നെ സൃഷ്ടിച്ചത് ബ്രഹ്മാവാണ്. രാമൻ വിഷ്ണുവിൻ്റെ അവതാരമാണെങ്കിൽ ചെന്ന് ഇന്ദ്രജിത്തിൻ്റെ ശിരസ് അറക്കുക. ദേവന്മാർ നിർഭയരായി തീരട്ടെ. ബ്രഹ്മാസ്ത്രം ഇന്ദ്രജിത്തിൻ്റെ ശിരസ് രണ്ടായി പിളർന്നിട്ട് ഇന്ദ്രജിത്ത് വീഴുന്നത് കണ്ട് ഉത്സാഹം വർദ്ധിച്ച വാനരന്മാർ സന്തോഷത്തോടുകൂടി രാക്ഷസന്മാരെ കൊന്നൊടുക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. രാമജയഘോഷം ആകാശത്തിലും ഭൂമിയിലും മുഴങ്ങി. ദേവന്മാർ കലിയൊടുങ്ങാതെ ഇന്ദ്രജിത്തിൻ്റെ മസ്തകത്തിൽ ചവിട്ടി പക തീർക്കുകയും ചെയ്തു. ഇന്ദ്രജിത്ത് ധനുസ്സെടുത്താൽ ഇന്ദ്രൻ വിറയ്ക്കുമായിരുന്നു. ആ ഇന്ദ്രനെയാണ് ഇപ്പോൾ ലക്ഷ്മണൻ കൊന്നിരിക്കുന്നത്. ദേവന്മാരുടെ ആധി തീർത്ത് ശ്രീരാമചന്ദ്രനെ ആനന്ദിപ്പിച്ച് ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ വധിച്ചിരിക്കുന്നു. മഹാപ്രഭോ, രാമൻ ജയിക്കട്ടെ, ദേവന്മാരുടെ രാക്ഷസഭയം തീരട്ടെ, ദീനജനങ്ങൾ രാമൻ്റെ കാൽത്തണലിൽ സുരക്ഷിതരായിരിക്കട്ടെ. ഇന്ദ്രജിത്തിനെ വധിച്ചതറിഞ്ഞ് രാമന് അത്യധികമായ ആനന്ദം ഉണ്ടായി. പക്ഷേ അമ്പേറ്റ് പീഡിതനായ ലക്ഷ്മണനെ വിഭീഷണനും ഹനുമാനും രാമൻ്റെ അടുത്തേക്ക് എത്തിച്ചു. മായാശക്തികളുടെ നിറകുടമായ ഇന്ദ്രജിത്ത് ലക്ഷ്മണനെ മായ കൊണ്ട് വീഴ്ത്തിയതാവാമെന്ന് ശ്രീരാമൻ കരുതി. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, പ്രഭോ, ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ വധിച്ചിട്ട് വരികയാണ്. പ്രബല ശത്രുവിനെ വധിച്ച് രക്തം പുരണ്ട ശരീരവുമായി ലക്ഷ്മണൻ രാമൻ്റെ അടുത്തെത്തി. കയ്യിൽ വില്ലും വലതു കൈയിൽ ഒരു അമ്പുമായി ഇരിക്കുന്നു രഘുപതി. ശത്രുവിനെ ജയിച്ചിട്ട് യുദ്ധവേഷത്തിലാണ് എല്ലാവരും. മെയ്യിൽ രക്തം പൊടിഞ്ഞും യുദ്ധപരിശ്രമത്താൽ തളർന്നും രണത്തിൽ ജയിച്ചും ആനന്ദിച്ചും വരുന്നവരെ കണ്ട് രാമനും സന്തോഷിച്ചു. രാമൻ വിചാരിച്ചു, സാഗരം കടന്നു ഇന്ദ്രജിത്തിനെയും വധിച്ചു, ഇനി രാവണനെ വധിച്ചാൽ സീതയെ നേടാം. സുഷേണൻ ലക്ഷ്മണൻ്റെ മെയ്യിലേറ്റ അമ്പുകൾ ഓരോന്നോരോന്നായി ഊരിയെടുത്തു. മുറിവുകളിൽ ഔഷധം പുരട്ടി. ഔഷധങ്ങളുടെ സുഗന്ധം ശരീരത്തിൽ കടന്നു. മുമ്പത്തെ പോലെ സുന്ദരാംഗനായി ലക്ഷ്മണൻ. രഘുനാഥൻ്റെ ആനന്ദത്തിന് അതിരില്ല. രാമൻ സുശേഷണനെ തടവി അഭിനന്ദിച്ചു. നിന്നോട് ഞാൻ എന്തു പറയും? ഇതുപോലൊരു വൈദ്യൻ ലോകത്തില്ല. എത്ര വട്ടം എല്ലാവർക്കും ജീവൻ നൽകി. ഈ കീർത്തി എല്ലായിടത്തും എക്കാലത്തും വ്യാപിക്കട്ടെ. സുഷേണൻ രാമപാദങ്ങളിൽ വന്ദിച്ചു. പ്രഭാതത്തിലാണ് ഇന്ദ്രജിത്ത് മരിച്ചു വീണത് എന്ന് രാവണൻ അറിഞ്ഞത്. ആ വാർത്ത ചെന്ന് രാവണനോട് പറയാൻ ആരും ധൈര്യപ്പെട്ടില്ല. പകൽ രണ്ടാം യാമത്തിലേക്ക് കടന്നു. രാവണൻ മന്ത്രിമാരുമൊത്ത് ആലോചനയിലാണ്. രാക്ഷസന്മാർ അവിടെ ഇരുന്ന് ഉപദേശം നൽകുന്നു. ആർക്കും ചെന്ന് വിവരം പറയാൻ ധൈര്യമില്ല. ബന്ധുമിത്രാദികൾ ആലോചിച്ചു. ഒടുവിൽ ഒരു അഗ്രദൂതനെ അയച്ചു. ആ ദൂതൻ രാവണന്റെ മുമ്പിൽ ചെന്ന് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, പ്രഭോ, യുദ്ധവാർത്തകൾ കേട്ടാലും ലങ്കയിൽ വീരന്മാരാരും ഇല്ലാതായി. ഇന്ന് ലക്ഷ്മണന്റെ ശരമേറ്റ് മേഘനാഥൻ വീണു. രാവണൻ സിംഹാസനത്തിൽ നിന്നു വീണു. ഉറക്കെ ഇന്ദ്രജിത്തിനെ വിളിച്ചു കരഞ്ഞു. മൂർച്ഛിച്ചുപോയി. മിത്രങ്ങളും മന്ത്രിമാരും എല്ലാവരും വിളിച്ച് എഴുന്നേപ്പിച്ചിരുത്തി 10 തലയിലും ശീതളജലം ഒഴുക്കി. വളരെ കഷ്ടപ്പെട്ട് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ വീണ്ടും കരച്ചിൽ തുടങ്ങി. വാർത്ത കേട്ട് മണ്ഡോദരി വിലപിച്ചു. ബോധം പോയി നിലത്ത് കിടന്ന് ഉരുണ്ടു. മണ്ഡോദരിയുടെ ദുഃഖം രാവണൻ്റെ കോപം വർദ്ധിപ്പിച്ചു. ഹരേ കൃഷ്ണ. അവസാനം രാവണൻ യുദ്ധത്തിനൊരുങ്ങുകയാണ്. ദൈവവിധിക്ക് മാറ്റമില്ല. രാമനും രാവണനും മഹായുദ്ധത്തിൽ നേരിട്ടു. വില്ലിൻ്റെ ഞാണിൽ 100 ബാണം തൊടുത്തു. രാമൻ 20 ബാണങ്ങൾ കൊണ്ട് 100 ബാണങ്ങളും തകർത്തു. രാവണൻ ബാണങ്ങൾ വർഷിച്ചുകൊണ്ടേയിരുന്നു. രാജീവലോചനൻ്റെ കോമളാംഗങ്ങൾ കുത്തിക്കീറി. അമ്പേറ്റ് രഘുപതി അചേതനായി. അപ്പോൾ രാമനെ പിന്നിലാക്കി ലക്ഷ്മണൻ കുതിച്ചു മുന്നേറി. രാവണനെ ലക്ഷ്യമാക്കി ദിവ്യബാണങ്ങൾ തൊടുത്തു. ലക്ഷ്മണന്റെ ബാണം രാവണസാരഥിയുടെ ശിരസ് അറുത്തിട്ട് രഥവും തകർത്തു. വിഭീഷണൻ 8 കുതിരകളെയും ചവിട്ടിക്കൊന്നു. വിഭീഷണനെ കണ്ട് ക്രോധം വർദ്ധിച്ച രാവണൻ കുന്തം കയ്യിലെടുത്തു. വംശനാശം വരുത്തി ഇവനെ ഇപ്പോൾ തന്നെ വധിക്കാമെന്ന വിചാരത്തോടെ കുന്തം എറിഞ്ഞു. കുന്തം ചീറിപ്പായുന്ന ഹുങ്കാരം 3 ലോകങ്ങളെയും വിറപ്പിച്ചു. വിഭീഷണൻ ഭയന്ന് ലക്ഷ്മണനെ വിളിച്ചു. ലക്ഷ്മണൻ കുന്തത്തിനു നേരെ 3 ബാണങ്ങൾ തൊടുത്തു. കുന്തം 4ആയി മുറിഞ്ഞു. കപികൾ ആർത്തു വിളിച്ചു. ലങ്കാധിപൻ കോപിച്ചു. 20 കണ്ണുകളും ജ്വലിച്ചു. മറ്റൊരു കുന്തമെടുത്തു. വജ്രസമാനമായ കുന്തം ആരിൽ പതിച്ചാലും അയാൾ ഇപ്പോൾ തന്നെ മരിക്കും. രാമനെ വധിക്കാനായി ആ കുന്തമെടുത്തു. എങ്കിലും കോപത്തോടെ വിഭീഷണന്റെ നേർക്കാണ് വീണ്ടു പറഞ്ഞത്. ലക്ഷ്മണൻ ആ കുന്തവും
എയ്തു മുറിച്ചു. രാവണൻ ലക്ഷ്മണനെ നോക്കി മായാസുരൻ നൽകിയ കുന്തത്തെക്കുറിച്ചോർത്തു. മനുഷ്യന് എത്ര കരുത്തുണ്ടെന്ന് കാണട്ടെ, വിഭീഷണനെ രക്ഷിച്ചല്ലോ, ഈ കുന്തത്തിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ കഴിവുണ്ടോ എന്ന് കാണട്ടെ. അങ്ങനെ പറഞ്ഞ് വിഭീഷണൻ ശാന്തിവേൽ ലക്ഷ്മണന് നേരെ അയച്ചു. യമൻ്റെ സഹോദരിയുടെ പേരാണ് ആ വേലിന്. ആരെ ലക്ഷ്യമാക്കുന്നോ അവനെ കൊല്ലും. മറ്റൊരുത്തൻ്റെ മേൽ പതിച്ചാലും അവന് അത് ഹനിക്കുകയില്ല. സൂര്യകിരണം പോലെ പ്രഭ ചിന്തുന്ന ആയുധം. രഘുനാഥന് മറ്റൊരു ഉപായവും തോന്നിയില്ല. ആലോചിച്ചു. ഉടൻ തന്നെ നല്ല വഴി തോന്നി. ആയുധത്തെ സ്തുതിച്ചു ശ്രീരാമൻ. ദേവമൂർത്തിയായ ദിവ്യാധിഷ്ഠനായ ആയുധമേ, ലക്ഷ്മണന് ജീവൻ നൽകണമേ. കൃപാലുവായി അങ്ങ് തിരികെ പോകണമേ. രാവണൻ്റെ കൈകളിൽ ചെന്നു ചേരൂ. എൻ്റെ സഹോദരനെ എനിക്ക് തരയണമേ എന്ന് ഞാൻ യാചിക്കുകയാണ്. അല്ലെങ്കിൽ ലക്ഷ്മണനെ ഒഴിവാക്കി എൻ്റെ മാറിൽ തറച്ച് എൻ്റെ ജീവൻ എടുത്താലും. ഇങ്ങനെ ശക്തിവേലനോട് സ്വയം മരണത്തെ പ്രാർത്ഥിച്ചു. രാമൻ്റെ സ്തുതി കേട്ട് ആ ദിവ്യായുധം ചിന്തിച്ചു, ആരാണ് എന്നെ സ്തുതിക്കുന്നത്? ഞാൻ ലക്ഷ്മണനെ എങ്ങനെ ഒഴിവാക്കും? ആരുടെ കയ്യിലിരിക്കുന്നുവോ അവൻ്റെ ആജ്ഞ നടത്തുകയാണ് എൻ്റെ ധർമ്മം. അതിവേഗത്തിൽ മാറിടത്തിൽ തറച്ചു കയറിയ വേലേറ്റ് രഘുവംശ ചൂടാമണി ലക്ഷ്മണൻ ഛേദനയേറ്റു വീണു. ശ്വാസത്തിൻ്റെ കനവും വേഗവും കൂടി. സുഗ്രീവനും ശരഭനും നീലനും നളനുമൊക്കെ ശ്രമിച്ചിട്ടും വേൽ ഊരിയെടുക്കാനായില്ല. ഹനുമാൻ വലിച്ചിട്ടും ആയുധം പുറത്തു വന്നില്ല. രഘുപതി തൻ്റെ ധനുസും ബാണവും സുഗ്രീവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വിഷ്ണു രൂപം ധരിച്ച് ബാണം ഊരിയെടുത്തു. തുണ്ടം തുണ്ടമാക്കി എറിഞ്ഞു. ഇതെല്ലാം കണ്ട് രാവണൻ ഭയന്നോടി. രാമൻ സുശേഷനെ വിളിച്ചു. സുശേഷൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ലക്ഷ്മണനെ ജീവിപ്പിക്കാം, ശോകം ഉപേക്ഷിക്കൂ ശ്രീരാമ. ധന്വന്തരീപുത്ര, ലക്ഷ്മണനെ ജീവിപ്പിക്കാമെങ്കിൽ ഞാൻ ജീവിക്കും, അല്ലെങ്കിൽ ഞാനും മരിക്കും. പ്രഭോ, ഒട്ടും വിഷമിക്കരുത്, ലക്ഷ്മണനെ ഞാൻ ജീവിപ്പിക്കാം. കയ്യിലും കാലിലും രക്തഓട്ടമുണ്ട്, മുഖപ്രസാദമുണ്ട്, മൂക്കിൽ ശ്വാസമുണ്ട്, കണ്ണിൽ വെള്ളം വരുന്നു. അതുകൊണ്ട് ലക്ഷ്മണനെ തീർച്ചയായും ഞാൻ ജീവിപ്പിക്കാം. ഇങ്ങനെയുള്ളവർ മരിക്കുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഔഷധം കൊണ്ടുവരാൻ ഹനുമാനെ അയക്കാം. സുശേഷണൻ തന്നെ ഹനുമാനെ അയച്ചുകൊള്ളൂ എന്ന് രാമൻ പറഞ്ഞു. സുശേഷണൻ ഹനുമാനെ വിളിച്ചു. പവനനന്ദന, ഔഷധം കൊണ്ടുവരാനായി ഗന്ധമാദത്തിലേക്ക് പോകണം. അവിടെ വിശല്യകരണി എന്ന ഒരു ദിവ്യ ഔഷധമുണ്ട്, അത് കൊണ്ടുവരണം. ശ്രീരാമൻ ചോദിച്ചു, 18 വർഷം കൊണ്ട് പിന്നോട്ടോടുന്ന ദൂരം താണ്ടി ഈ രാത്രി പുലരും മുമ്പ് ഹനുമാൻ എങ്ങനെ മരുന്ന് കൊണ്ടുവരും? അത് ചിന്തിച്ചിട്ട് സുശേഷണ വൈദ്യൻ്റെ വാക്കുകൾ എനിക്ക് ആശ്വാസം തരുന്നില്ല. ലക്ഷ്മണൻ മരിച്ചാൽ പിന്നെ മരുന്ന് കൊണ്ടുവന്നിട്ട് എന്തു കാര്യം? അപ്പോൾ വായുപുത്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ രാത്രി തന്നെ മരുന്ന് ഞാൻ കൊണ്ടുവന്ന് കുമാരനെ ജീവിപ്പിക്കും. ഭയമോ സംശയമോ വേണ്ട. ഹനുമാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ മരുന്ന് കൊണ്ടുവരുന്നു. അങ്ങനെ ലക്ഷ്മണന് ബോധം തിരികെ കിട്ടുന്നു. ഹരേ കൃഷ്ണ. ഇതിൻ്റെ ഇടയ്ക്ക് ധാരാളമായി ഉപകഥകളുണ്ട്. അത് ഞാൻ മറ്റൊരവസരത്തിൽ നിങ്ങൾക്ക് ഓരോന്നായി പറഞ്ഞു തരാം. ഹരേ കൃഷ്ണ. ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. നമ്മൾ യുദ്ധത്തിൻ്റെ ഇടയിൽ തന്നെ ഇനിയും പല വീരന്മാരെയും വധിച്ച കഥകളും മറ്റു ചില ഉപകഥകളുമുണ്ട്. അത് മറ്റൊരവസരത്തിൽ നമുക്ക് വിശദമായി പറയാം. നിങ്ങൾക്ക് ഈ ഭാഗങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.